ഗൈസ് വെൽക്കം ബാക്ക്. ആകാശിൻ്റെ പുതിയൊരു വീഡിയോയിൽ സ്വാഗതം. ചെമ്പനീർ പൂവ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഏഷ്യയുടെ തന്നെ നമ്പർ 1 റേറ്റിംഗുള്ള സീരിയൽ തന്നെയാണ് ചെമ്പനീർ പൂവ്. ഒരുപാട് ഫാൻ ബേസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ബാക്കി നിങ്ങൾ കമൻറ്റ് ബോക്സിൽ പറഞ്ഞു. സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരൊറ്റ ഷോട്ടാണ് ഗൈസ്. സ്റ്റാർട്ട് ചെയ്ത് എൻഡ് ചെയ്യണത് വരെ ഫുള്ളും 360 ഡിഗ്രി കറങ്ങിയെടുക്കുന്ന ഷോട്ട് തന്നെയാണ്. ഇത് വേറെ ആരും എടുത്തിട്ടില്ല, ഇത് എൻ്റെ ഷോട്ടാണ്. അയ്യോ. സോ ഗൈസ്, ഇത് ഇന്ന് നമ്മുടെ ക്യാമറാമാൻ്റെ തൊട്ടടുത്തുള്ള ഒരു ഫോക്കസ് ഹോൾഡർ എന്ന് പറയും. ഫോക്കസ് ഹോൾഡർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു ഫോട്ടോ എടുക്കുമ്പോൾ ഫോക്കസ് ചെയ്യില്ലേ, അതാണ് ഫോക്കസ് ഹോൾഡർ. അത് ക്യാമറയിൽ ഫോക്കസ് ചെയ്യുന്നത്, ഇത് ലെൻസ് ഫോക്കസ് ചെയ്യും. നമ്മളിപ്പോൾ ഒരു സീരിയൽ കാണുമ്പോഴത്തേക്കും കറക്റ്റ് നമുക്ക് അതിൻ്റെ ക്ലാരിറ്റിയിൽ എന്ന് വെച്ചാൽ ഫോക്കസ് ഔട്ടാതെ കിട്ടുന്നത് ഈ ഫോക്കസ് ഹോൾഡർ ഫോക്കസ് ചെയ്യണമുണ്ട്. പിന്നെ ക്യാമറമാൻ്റെ ഇതൊക്കെ ഉള്ളതാണ് ഏറ്റവും മെയിൻ. കറക്റ്റ് ഡയറക്ഷൻ ചെയ്യണോണ്ട് നമുക്ക് ആ ഒരു ഔട്ട് കിട്ടുന്നത്. നിങ്ങൾക്കത് മനസ്സിലായെന്ന് തോന്നുന്നു. സോ ഗൈസ്, നമുക്ക് എന്തായാലും നേരെ ഡയറക്ഷൻ ടീമോട്ട് പ്രൊഡക്ഷൻ ടീമിലുള്ള എല്ലാവരും ഇപ്പം തന്നെ ഉണ്ട്. ഇതാണ് നമ്മുടെ സ്വന്തം ഡയറക്ടർ സാറ്. തൊട്ടപ്പുറത്തേക്കുന്നത് അപ്കമിങ് ഡയറക്ടറാണ്. സോ ഗൈസ്, അങ്ങനെ 2 കേക്ക് മേടിച്ച് അവന് കൊടുക്കുന്നതാണ്. അങ്ങനെ എല്ലാ ടീംസും ഉണ്ട്. എല്ലാവരും എന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ ടീമൊന്നുമില്ല കേട്ടോ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ചെമ്പനീർ പൂവിലുള്ള എല്ലാവരും ഇല്ല. നായകനും നായികയും പിന്നെ തൊട്ടപ്പുറത്തുള്ള ആളെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും, ഞാൻ പറയേണ്ട ആവശ്യമില്ല, എനിക്കും അറിയില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ക്ലാഷിന് പോയതാണ് കേട്ടോ. അപ്പോൾ ഒറ്റ ദിവസത്തെ ഷൂട്ടായിരുന്നു ഞാൻ പോയത്. ഒറ്റ ദിവസത്തെ തന്നെ 2 ദിവസം ഞാൻ പോയിരുന്നു. ക്ലാഷിൻ്റെ ആയതുകൊണ്ട് എനിക്ക് എല്ലാവരും പേരും അങ്ങനെ കിട്ടിയിട്ടില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പിന്നെ പറയാത്തത്. അപ്പോൾ എല്ലാവരും കൂടെ പാട്ട് പാടാണ്. എൻ്റെ സൗണ്ട് അടഞ്ഞ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വീഡിയോ എടുക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അർജൻറ്റീനയും ഇംഗ്ലണ്ടും തമ്മിലൊരു കളി ഉണ്ടായിരുന്നു. ഈ കളിയുള്ള സമയത്താണ്, കളി കഴിഞ്ഞിട്ടാണ് ഞാൻ നേരെ കളി കാണാൻ പോയത്. അപ്പോഴത്തേക്ക് അർജൻറ്റീന തോക്കുമെന്നുള്ള ആവേശത്തിൽ ഞാൻ കൂവി ആഹ്ലാദിച്ചും കിടന്ന് വിളിച്ചു. കാര്യം നമ്മൾ ഇംഗ്ലണ്ട് ഒരു ഗോൾ അടിച്ച് 80 മിനിറ്റ് വരെ ഞാൻ അലറി വിളിച്ചു, നമ്മൾ ജയിച്ചു, നമ്മൾ റൊണാൾഡോയ്ക്ക് വേണ്ടി ഇംഗ്ലണ്ട് കപ്പടിച്ചാ മക്കളെ എന്ന് കിടന്ന് വിളിച്ചു. അവസാനത്തെ 80 മിനിറ്റ് ആയപ്പോഴാണ് ഞാൻ അറിയണത്. അപ്പോഴാണ് അർജൻറ്റീനയുടെ തിരിച്ചു വരവ്. അങ്ങനെ അവന്മാരെല്ലാം കൂടെ തിരിച്ചു പോയി. അങ്ങനെ എൻ്റെ സൗണ്ട് പോയി. പക്ഷേ ഈ വരുന്ന ഞായറാഴ്ച അർജൻറ്റീന ജയിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ നമുക്ക് വീഡിയോ കണ്ടിന്യൂ ചെയ്യാം. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, സച്ചിയേട്ടൻ്റെ സ്വന്തം നായികയാണ് നമ്മുടെ റബേക്ക ചേച്ചിയുടെ ക്യാരക്ടർ. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, സച്ചിയേട്ടൻ്റെ സ്വന്തം രേവതി. ഒരുപാട് ഷോർട്ട് വീഡിയോസും അല്ലാതെയും പ്രണയപരമായും അല്ലാതെ ഒരുപാട് പേർക്ക് ഇഷ്ടപ്പെട്ടൊരു നല്ലൊരു കോംബോയാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇവർക്ക് 2 പേരും ഈ 2 കോംബോ നിങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. കേരളക്കരയൊക്കെ ഭയങ്കര സംസാരപ്പെട്ടൊരു കോംബോയാണ് അല്ലേ. നിങ്ങൾക്ക് ഇവർ ഒരുപാട് റീൽസ് പിന്നെ ഓരോ ഷോർട്ട് വീഡിയോസൊക്കെ നിങ്ങൾ ഭയങ്കരമായിട്ട് ഇൻസ്റ്റാഗ്രാമിലൊക്കെ പോസ്റ്റ് ചെയ്യുന്നുണ്ട്, അവരെ റീലും വീഡിയോസൊക്കെ. സോ ഗൈസ്, ഇത് അങ്ങനെ കേക്കൊക്കെ മുറിച്ച് നമ്മളെല്ലാ ആഘോഷങ്ങളിലേക്ക് രാവിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നൊരു കാഴ്ചയാണ്. 2 കേക്ക് ഉണ്ടായിരുന്നു. പിന്നെ ബേസിക്കലി ഇതൊരൊറ്റ ഷോട്ടാണ് കേട്ടോ. എൻ്റെ ഷോട്ട് അങ്ങോട്ട് നിങ്ങൾ തന്നെ പറഞ്ഞു. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു 2.5 മിനിറ്റുള്ള വീഡിയോ ആണ്. 2.5 മിനിറ്റുള്ള വീഡിയോയിൽ ഞാൻ സ്റ്റാർട്ട് ചെയ്ത് എൻഡ് ചെയ്യണവരെ ഫുള്ളും കറങ്ങി എടുക്കുന്നതാണ്. അപ്പം ഒറ്റ ഷോട്ടാണിത്. ഇത് വേറെ ആരും ട്രൈ ചെയ്തിട്ടില്ല. കാര്യം വേറെ ആർക്കും ട്രൈ ചെയ്യാൻ പറ്റില്ല. കാര്യം ഇതെൻ്റെ ഷോട്ടാണ്. സോ ഗൈസ്, ബൈ. ക്രിസ്ത്യാനോ റൊണാൾഡോ.